റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിന്റെ മരണത്തിന് ശേഷവും പലപ്പോഴായിക്കൊണ്ട് പറയുന്നൊരു വാക്കാണ് എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ. ഇത് ഇടയ്ക്കിടയ്ക്ക് നബി ഇങ്ങനെ പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഖദീജയോട് എനിക്ക് തോന്നിയ ഈർഷ്യത, ആ ദേഷ്യല്ലേ, വേറൊരു ഭാര്യമാരോടും എനിക്ക് തോന്നിയിട്ടില്ല. ആരാ പറയണത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എന്നിട്ട് ആയിഷ ബീബി വീണ്ടും പറയാണ്, വമാ റഅയ്തുഹാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തവണ പോലും ഖദീജ ബീബിയെ ഞാൻ കണ്ടിട്ടില്ല. വലാകിൻ, പക്ഷേ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീബിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഒരു ദിവസം പിന്നെ അതേപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആടിനെ കറുത്താലേ അതിൽ നിന്നുള്ള നല്ല ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, കഅന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, നബിയെ ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ പെണ്ണൊന്നില്ലേ? ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ പെണ്ണൊന്നുമില്ലേ നബിയെ? നിങ്ങൾക്ക് വേറെ എത്ര ഭാര്യമാരുണ്ട്? അവരൊന്നും താങ്കൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്താണ് നബിയെ ഖദീജക്കുള്ള പ്രത്യേകത? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ഇന്നഹാ കാനത് വകാനത് വകാന ലി മിൻഹാ വലദുൻ. ആയിഷ, ഖദീജ ഇങ്ങനെ ആയിരുന്നു. ആയിഷ, ഖദീജ അങ്ങനെ ആയിരുന്നു. ഖദീജയിലാണ് എനിക്ക് മക്കളുണ്ടായത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മഹത്വം ഇങ്ങനെ പറയാണ്. മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും, ഞാൻ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ പല ആളുകളും എന്നെ ഒറ്റപ്പെടുത്തി. അന്ന് എന്നിൽ ആദ്യമായി കൊണ്ട് വിശ്വസിച്ചത് എൻ്റെ ഖദീജയാണ്. ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ പല ആളുകളും എന്നെ ആട്ടി അകറ്റിയിട്ടുണ്ട്. അന്ന് എനിക്ക് താങ്ങും തണലായി നിന്നത് എൻ്റെ ഖദീജയാണ്. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ സമ്പത്ത് പല ആളുകളും എനിക്ക് തടഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്കെല്ലാം നൽകിയത് എൻ്റെ ഖദീജയാണ്. എൻ്റെ ഖദീജയെ പോലെ എൻ്റെ ഖദീജ മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം